അതുണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് വളരുകയും അതിൻ്റേതായ ഹാബിറ്റാറ്റ് റീസ്റ്റോറേഷൻ നടക്കുകയുള്ളൂ. ഇതുവരെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ ഈ റെഡ് ലിസ്റ്റ് അസസർ എന്ന് പറഞ്ഞാൽ, ഗ്ലോബൽ അസസർ എന്ന് പറയുന്നൊരു ഇത് നമ്മൾ നട്ടില്ലേലും വേണ്ടില്ല, ഈ സാധനം വളർന്നുള്ളൂ. ഇതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. ഫോറസ്റ്റിലേക്ക് നമ്മൾ പതുക്കെ കയറുന്നുണ്ട്, അല്ലെങ്കിൽ വഴിയോരങ്ങളിലൂടെ പോകുന്നുണ്ട്. ഈ പോകുന്ന കാണുമ്പോഴല്ല, ഈ ചെറിയ കുഞ്ഞ് പൂക്കൾ കാണുന്ന എല്ലാവരും ഇത് പറിക്കും. ഇത് പറിക്കും. 95% ആ പ്ലാന്റ് പിടിക്കില്ല. നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നിരിക്കുകയാണ്. ഓരോ പരിസ്ഥിതി ദിനം വരുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ജൈവവൈവിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. എന്നാൽ ദിവസം മുഴുവൻ എല്ലാ വർഷത്തിലെയും ഓരോ ആഴ്ചയിലും ഓരോ മാസവും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരാളാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഡോക്ടർ വി യു സാബുവാണ്. വന്യ ഓർക്കിഡുകളുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രംഗത്ത് ഗവേഷണം നടത്തുന്നു. ഇപ്പോഴാണെങ്കിൽ ചില നേട്ടങ്ങളും കൂടി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. വിശദമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. അപ്പോൾ സാധാരണ ആളുകൾ ഒരു പരിസ്ഥിതി ദിനം വരണം, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ, ഒരു ചെടി നടണമെങ്കിൽ, അല്ലെങ്കിൽ ചെടിയെ സംരക്ഷിക്കുന്നതിനൊക്കെ പറ്റി പറയാം. നിങ്ങൾ പക്ഷേ ഊണിലും ഉറക്കത്തിലും ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുകയാണല്ലോ. എന്താ ഇതിൻ്റെ പിന്നിലൊരു, എന്താണ് അങ്ങനെ ഒരു സമർപ്പണം വരാൻ കാരണം എന്താണ്? പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സസ്യങ്ങളിൽ ഒന്നാണ് വന്യ ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ വന്യ ഓർക്കിഡിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വേറൊരു ഘടകം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഇതിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അതിനൊരു 3 പാർട്ടായിട്ടാണ് നമ്മളതിനെ തരംതിരിച്ചത്. കളക്ഷനും, കൺസർവേഷനും ആൻഡ് ഓഗ്യുമെൻറ്റേഷൻ. ഈ ഒരു 3 പാർട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി നടക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. പ്രൊഫഷണലി നിങ്ങൾ വേറെ ജോലി ചെയ്യുമ്പോഴും ഇതിനു വേണ്ടി ഇങ്ങനെ ഫുൾ ടൈം അധ്വാനിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഴിവില്ല, ആ സമയം മുഴുവൻ, ബാക്കി സമയം മുഴുവൻ ഇതിനു വേണ്ടി ചെയ്യാണ്. അത് രാത്രിയുണ്ടോ പകലുണ്ടോ വ്യത്യാസം, ഞായറാഴ്ച ഉണ്ടോ വെള്ളിയാഴ്ച ഉണ്ടോ? അല്ല, നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ദിവസത്തിൽ മിനിമം 3 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കും. അത് ഒന്നുകിൽ എഴുതാനാണെങ്കിൽ എഴുതാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അതിനെക്കുറിച്ച് നോക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനുള്ളിലുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, ആ കാര്യങ്ങളാണ്. ദിവസം എന്തായാലും 3 മണിക്കൂർ മിനിമം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാരമ്പര്യ കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കൃഷിയോടൊരു ആഭിമുഖ്യമുണ്ട്, പരിസ്ഥിതിയോടുണ്ട്, ജൈവ വൈവിധ്യത്തോടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു വീട്ടിൽ? എല്ലാ കൃഷിയുണ്ട്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ തേയില ഒഴികെ ബാക്കി എല്ലാ കൃഷികളുണ്ടെന്ന് തന്നെ പറയാം. അപ്പച്ചനായിരുന്നു അതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയെക്കുറിച്ച്. അപ്പച്ചന് പല പ്രാവശ്യവും നല്ല കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ്. അത് തുടർന്നുകൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നു എന്നൊരു വലിയൊരു അഭിമാനം എനിക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ പരിസ്ഥിതിയുമായിട്ട് ഇടപഴകി പോകുമ്പോൾ, കൃഷിയുമായിട്ട് ഇടപഴകി പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ വന്യ ഓർക്കിഡ്, വൈൽഡ് ഓർക്കിഡ് എപ്പോഴാണ് കണ്ടെത്തിയത്? അത് ഏകദേശം 2015 സമയങ്ങളിലാണ് കണ്ടെത്തിയത്. അത് നമ്മുടെ സാധാരണ കാണുന്ന ഇന്ത്യൻ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ, നമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ, മരങ്ങളിൽ തൂങ്ങിക്കിടക്കണേ ഇന്ത്യൻ ഫോക്സ് ടെയിൽ നിന്ന് വാൻഡ എന്നൊക്കെ പറയുന്ന ഒരു ഇനമായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇതെന്താ സംഭവം എന്നറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നീടാണ് അടുത്ത ഒരു പാർട്ട് തന്നെ വേറെ എൻറ്റയർലി സ്പീഷീസ് വെറൈറ്റി സിംബീഡിയത്തെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂക്കളെന്ന് പറഞ്ഞാൽ വളരെ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ അധികം ദിവസങ്ങളില്ല. എല്ലാവരും പറിച്ചുകൊണ്ട് പോയി വെക്കുന്നുണ്ട്, നടുന്നുണ്ട്, പക്ഷെ അത് പിടിച്ച് നിലനിൽക്കുന്നില്ല, ഫ്ലവർ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചെടി മാത്രം ഇങ്ങനെയെന്നുള്ളൊരു ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഡോക്ടറേറ്റ് കിട്ടുന്നത് തന്നെ ഇത്തരം ഗവേഷണം നടത്തിയിട്ടാണ്. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം തീരാനായി, PhD തീരാനായി. ഓർക്കിഡ്സിൽ മാത്രം, വന്യ ഓർക്കിഡ്സിൽ മാത്രം. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ അച്ചീവ്മെൻ്റ് അതായത് റെഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ സാധാരണ വംശനാശം നേരിടാൻ പോകുന്ന വൈൽഡ് ഓർക്കിഡുകളെ കണ്ടെത്തി അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള യോഗ്യതയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് നേച്ചർ ആൻഡ് കൺസർവേഷൻ, IUCN എന്ന് പറഞ്ഞൊരു നമ്മുടെ ലോകാരോഗ്യ സംഘടന പോലെ തന്നെ ഒരു സംഭവമാണത്. അതിനകത്തു നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഗ്ലോബൽ അസസറായിട്ടും റീജിയണൽ അസസറായിട്ടുള്ളത് ട്രെയിനിങ്ങും കഴിഞ്ഞു.
അതിൻ്റെ എക്സാമൊക്കെ പാസ്സായി. അപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ അതിൻ്റെ ഗ്രീൻ സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലുള്ളതും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മറ്റാർക്കും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ്. ഇതുവരെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ ഈ റെഡ് ലിസ്റ്റ് അസസർ എന്ന് പറഞ്ഞ ഗ്ലോബൽ അസസർ എന്ന് പറയുന്നൊരു ഇത്. അതിപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വൈൽഡ് ഓർക്കിഡ് കണ്ടെത്തി, തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി. അത് നിങ്ങളെ ഫോട്ടോയോ വീഡിയോ ഒക്കെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അതോ നേരിട്ട് തന്നെ കാണേണ്ടിയൊക്കെ വരും? നമുക്ക് നേരിട്ട് കാണാം. എന്താ കാര്യം വെച്ചാൽ അതിന് കുറേ അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ നമ്മൾ നേരത്തെ പറയില്ലേ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ, എൻഡമിക് പ്ലാന്റ്, വൾണറബിൾ പ്ലാന്റ്, അല്ലെങ്കിൽ നമ്മൾ വേറെ റെഡ് ലിസ്റ്റുള്ള പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ. അത് പ്ലാന്റുകൾ മാത്രമല്ല എല്ലാ സ്പീഷീസിനകത്തും അങ്ങനെ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്ലാന്റ് കണ്ട് അതിൻ്റേതായ അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അസസ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ട് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മളായിട്ട് റെഡ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുമല്ല, ഇത് നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടീമുമായിട്ട് എക്സ്പെർട്ട് ടീമുണ്ട്, അവരുമായിട്ട് അതിനെ ഡിസ്കഷനിൽ കൊണ്ടുവന്ന ഒരു പാനൽ ഡിസ്കഷൻ വെച്ച് അവരതിനെ ലോകത്തുമുള്ള എല്ലാ രീതിയിലുള്ള അതിൻ്റെ അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അതിനകത്തു നിന്നാണ് ഇതിനെ നമ്മൾ റെഡ് ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് അതിനെ സംരക്ഷണ പാതയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സും കൂടി അതിനകത്തുണ്ട്. ഇത് പ്ലാന്റ് വംശനാശം സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അതിനെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യും പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇതിനകത്തുള്ള ഡിസ്കഷൻ. അതിൻ്റെ തനത് പരിസ്ഥിതിയിൽ തന്നെയാണോ സംരക്ഷിക്കുന്നത്, അതോ പറിച്ച് മാറ്റി നട്ടു? അല്ല, നമുക്ക് വന്യ ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ പൂക്കൾ കണ്ടിട്ട് നമ്മളെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. പക്ഷേ 95% അത് പിടിക്കില്ല, അത് നാശമായി പോകത്തുള്ളൂ. അപ്പോൾ അത് എന്താ കാര്യം വെച്ചാൽ അതിൻ്റെ മൈക്രോ ഹാബിറ്റാറ്റ് എന്നുള്ള മൈക്രോസോയൽ ഫംഗൈ അസോസിയേഷൻ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് മരത്തിലും മണ്ണിലുമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അതില്ലാതെ ഈ ഓർക്കിഡ്സ് വളരുകയില്ല, അത് പൂവുണ്ടാവാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് വളരുകയും അതിൻ്റേതായ ഹാബിറ്റാറ്റ് റീസ്റ്റോറേഷൻ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മളതിനെ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നും. ഇതിനൊക്കെ ലിസ്റ്റ് ചെയ്യാനും കണ്ടെത്താനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെ ആഗോളതലത്തിൽ ഏതെങ്കിലും ഏജൻസി ഉണ്ടോ? എന്താണ് അതിൻ്റെ? നമുക്ക് ക്യൂ ഗാർഡൻ എന്ന് പറഞ്ഞ ബൊട്ടാണിക്കൽ ക്യൂ ഗാർഡൻ എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ അറിയപ്പെടുന്നൊരു സംഘടനയാണ് ഇതിന്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതേപോലെ തന്നെ ഓർക്കിഡ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ പുറമെ ലോകത്തുള്ള എല്ലാവരെയും കണക്ട് ചെയ്ത് വരുന്നത് ഈ നമ്മുടെ ഇൻ്റർനാഷണൽ IUCN എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഇത് വരുന്നത്. അങ്ങനെ നമുക്ക് ഏത് പ്ലാന്റ് ആണെങ്കിലും ഇവർ വഴി നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിൽ തന്നെ നമ്മുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനകത്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ NRCO, ICAR അണ്ടറിലുള്ള ഇവരൊക്കെ ഇതിനകത്തുള്ള നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. UN-നൊക്കെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാനൊക്കെ സമിതികളുണ്ടല്ലോ. അതിലേത് സമിതിൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത്? ശരിക്കും നമ്മൾ വരുന്നത് IUCN എന്ന് പറഞ്ഞൊരു സമിതി. ഇതിനകത്ത് UN-ന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. UN-ന്റെ കീഴിലല്ല വരുന്നത്, ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്, പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ കണ്ടെത്തിയ ചില സാധനങ്ങളൊക്കെ ഇന്റർനാഷണൽ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ജേണലുകൾ ആരുടെ നിയന്ത്രണത്തിലുള്ളതാണ്? അതിൽ പബ്ലിഷ് ചെയ്യാൻ എന്താണ് യോഗ്യത വേണ്ടത്? അവരെങ്ങനെയാണ് ഈ സ്ക്രൂട്ടിനി ചെയ്യുന്നത്? ഇത് നമ്മളൊരു പ്ലാന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ സ്പീഷീസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിനെ കാറ്റഗറൈസേഷൻ ചെയ്യുന്നുണ്ട്. ഈ കാറ്റഗറൈസേഷൻ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണോ, ഇത് വെസ്റ്റേൺ ഗാട്ട്സിൽ മാത്രം ഉള്ളതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ളതിനാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കിഡ്സ് പറഞ്ഞാൽ കരീബിയൻ കാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഓർക്കിഡ്സ് ഉള്ളതെന്ന് പറയുന്നത്. ആമസോണിലല്ല, കരീബിയൻ കാടുകളിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തും മൊത്തത്തിൽ 32,000-ഓളം പ്ലാന്റുകളുണ്ട്, സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനകത്ത് ഒരു എത്ര പെർസെൻറ്റേജ് വെസ്റ്റേൺ ഗാട്ട്സിൽ ഉണ്ടെന്ന് പോലും ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഓരോ പ്ലാന്റുകളും നമ്മൾ ഇവരുമായിട്ടുള്ള ഡിസ്കഷൻ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊരു പ്ലാന്റ് കിട്ടിയ ഉടനെ നമുക്ക് അതിനെ എഴുതാൻ പറ്റില്ല. ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 3, 4, 5 വർഷത്തോളം ഇതിനെ ഒബ്സർവ് ചെയ്യണം. പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് ടൈം നമുക്ക് ഒബ്സർവ് ചെയ്യണം, അതിൻ്റെ മറ്റേ ഹാബിറ്റാറ്റ് എങ്ങനെയാണ്, ലൈഫ് ഉണ്ട്, ഹാബിറ്റാറ്റ് എങ്ങനെയാണ്, ലീഫിൻ്റെ സൈസ് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു ജേണൽ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മളതിൻ്റെ പല ജേണൽസ് ഉണ്ട് നമുക്ക് ഇതിനെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കത് കൊടുക്കാൻ നേരത്ത് അവരത് ജെന്യൂൻ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ആ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നതോടു കൂടിയാണല്ലോ
ഒരു ചെടീനെ കണ്ടെത്തി എന്ന് പറയുന്നത് അല്ലേ? അത് ചെടി നമ്മുടെ അതിന് മുന്നേ ലിസ്റ്റിംഗ് ആണോ? നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 1857 കണ്ടുപിടിച്ചൊരു പ്ലാന്റാണ്. പിന്നെ പിന്നെ നമ്മുടെ അടുത്താണ് അതിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. വെസ്റ്റേൺ ഗാർഡ്സ് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നീലഗിരി മേഖലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ടാമതൊരു ഡോക്യുമെൻറ്റേഷൻ എവിടുന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഡോക്യുമെൻറ്റേഷൻ രണ്ടാമത് വരാൻ നേരത്ത് നമുക്കറിയാലോ അത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഡോക്യുമെൻറ്റേഷൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ഉണ്ടാവും. അന്ന് വരച്ച് പ്ലാന്റിനെ കുറിച്ച് വരയ്ക്കുന്നു, ചെടീനെ കുറിച്ച് വരയ്ക്കുന്നു, പൂവിനെ കുറിച്ച് വരച്ചാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് അത്രയും മൈക്രോ ആയിട്ട് തന്നെ ഫോട്ടോ എടുത്ത് തന്നെ ക്യാപ്ചർ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്ലാന്റിനെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ആ രീതിയിലോ നമ്മൾ അതിനെ ചെയ്യാൻ നേരത്താണ് രണ്ടാമതൊരു അപ്ഡേഷൻ വരികയാണ്. പ്ലാന്റ് ഇന്ന സ്ഥലത്തും കൂടി ഉണ്ട്. പശ്ചിമഘട്ടത്തിലെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ നീലഗിരി മേഖലയിൽ ഈ പ്ലാന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ഇത്ര ചുറ്റളവിൽ അടുത്ത 2-3 പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് നമ്മൾ ഈ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഫ്ലവറിന് ഇന്നെല്ലാം കളറുകളുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസിങ്ങിനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നെക്സ്റ്റ് അപ്ഡേഷൻസ് കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയാണ്. അത് ലോകത്ത് മുഴുവൻ കിട്ടുവാണ്. നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമായിട്ട് അത് കാണുന്നത്. സാധാരണ സുവോളജി ഒക്കെ പഠിച്ച ആൾക്കാരാണല്ലോ ഇതിലേക്ക് ഒരു ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. സാറ് പഠിച്ചത് ബോട്ടണി സുവോളജി ഒക്കെ പഠിച്ച ആൾക്കാർ. സാറ് ശരിക്കും പഠിച്ചത് അതല്ലല്ലോ, ഹെൽത്ത്. ഞാൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ് കഴിഞ്ഞത്. ഇപ്പോൾ MSc ഇൻ എൻവയോൺമെൻറ്റൽ സയൻസും കൂടി കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനോടുള്ളൊരു പാഷനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് വരുന്നത്. ഈ സ്റ്റുഡൻസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ പഫിലോഫിലോൺ ഡ്യൂറി എന്ന് പറയുമ്പോൾ എല്ലാവരും പിക്ചറിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ജെന്യുവനായിട്ട് ഒറിജിനലായിട്ട് പ്ലാന്റിനെ തൊട്ട് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഫ്ലവർ എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടറിയണമെങ്കിൽ സ്റ്റുഡൻസ് വരും. അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെ, നമ്മളിപ്പോൾ അവിടെ വീട്ടിൽ വന്നപ്പം പലതവണ വന്നപ്പോഴാണെങ്കിലും കണ്ടത് നന്നായി നിങ്ങളതിനെ പരിചരിച്ച് വളരെ ഭംഗിയായിട്ടൊരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരുന്നു, പ്രത്യേകിച്ച് ഈ വൈൽഡ് ഓർക്കിഡുകൾക്ക് വേണ്ടിയിട്ട്. അതിന് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ഇതിൻ്റെ സംരക്ഷണത്തിന് പോകണോ? അല്ല, ഒരു നിശ്ചിത എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാ മാസവും അതിനുവേണ്ടി ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കളക്ഷൻ എത്രയായി മൊത്തം? ഇപ്പോൾ 263 സ്പീഷീസ് വെറൈറ്റീസ് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ. ഭൂരിഭാഗം വെസ്റ്റേൺ ഗാർഡ്സ് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്ലാന്റുകളാണ്, കൊമേഴ്ഷ്യൽ പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം കൂടി കൂട്ടി 5000-ന് മുകളിൽ പ്ലാന്റ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പം മക്കളടക്കം വീട്ടിൽ നിന്ന് അച്ഛൻ, അതുപോലെ തന്നെ മക്കള്, ഭാര്യയൊക്കെ സഹായിക്കുന്നുണ്ട്. അവർക്കും ഇതൊരു പാഷനായി മാറിയെന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ എക്സ്പെർട്ടായിട്ട് വേറെ ആരെങ്കിലും സഹായത്തിനുണ്ടോ? എക്സ്പെർട്ട് പലരെയും നമ്മൾ വിളിക്കാൻ നേരത്ത് ഓൺലൈൻ അവൈലബിൾ ആണ്. പിന്നെ പലരും വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും MOU ആയിട്ട് ഇപ്പോൾ സൈൻ ചെയ്ത് വരുന്നു. ഇപ്പോൾ NRCO MOU ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ജെം ബ്ലാസം കളക്ഷൻസും പിന്നെ അതേപോലെ പ്ലാൻ എക്സ്ചേഞ്ചും സ്റ്റഡി പർപ്പസിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ പല കോളേജുകളും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതേപോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാ VHSC പോലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ക്ലാസ് എടുക്കാൻ യാത്രയാണ്. പേപ്പർ പ്രസന്റേഷനും പോകുന്നുണ്ട്. പുതിയത് എന്താണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഓർക്കിഡ്സിൻ്റെ പോളിനേഷനെ കുറിച്ചാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പരാഗണം എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ദീർഘമായിട്ടുള്ളൊരു ഇപ്പോൾ ഒരു 5-6 വർഷമായി തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡ് സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് എല്ലായ്പ്പോഴും നമ്മൾ പറയാം പശ്ചിമഘട്ട സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്, പൗരൻ്റെ ധർമ്മമാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ കാട് കയറിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? നമ്മളിപ്പം വളരെ ഹാപ്പി ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ ജൂൺ 5-ന് നമ്മുടെയൊക്കെ ഫാമിലി കൂട്ടായെടുത്തൊരു കാര്യമായിരുന്നു നമുക്ക് ഇപ്രാവശ്യം 100 പ്ലാന്റ് നടണമെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 130-ന് മുകളിൽ പ്ലാന്റ് നമ്മൾ പശ്ചിമഘട്ടത്തിൽ തന്നെ നമ്മൾ നട്ടു കഴിഞ്ഞു. അത് വന്യ ഓർക്കിഡ്സ് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പത്തെ വർഷം ഇതേപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് 100-ന് മുകളിൽ നട്ടു. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റും ഏകദേശം 600 പ്ലാന്റിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രകൃതി ദിനത്തോടനുബന്ധിച്ച് അതിൻ്റെ മുകളിൽ നട്ടു കഴിഞ്ഞു തുടർച്ചയായിട്ട്. അപ്പോൾ ഈ 600 പ്ലാന്റിൻ്റെ മുകളിൽ നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന പ്ലാന്റുകളെ നശിപ്പിക്കാതെ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുപോയി വെച്ച് അതിനെ വളർത്തിയെടുത്ത് അതിൻ്റെ അടുത്ത് ഒരു പാർട്ട് നമ്മുടെ അടുത്ത് വെച്ച് അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ എവിടെ കൊണ്ടുപോയി നടന്നത്, മലകളിലും കാടുകളിലും കൊണ്ടുപോയി നടന്നത്. ഇപ്പോൾ ചീങ്ങേരിപ്പാറേൻ്റെ ഒക്കെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മളവിടെ നട്ടിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാതെ വരുമ്പോൾ അവ നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മളതിനെ റീപ്ലാന്റ് ചെയ്ത് പോകുന്നുണ്ട്.
ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തിരിച്ചു പോരുന്നില്ല. നമ്മുടെ കയ്യിൽ ഒബ്സർവേഷൻ ലിസ്റ്റ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു മാസം നമ്മൾ നോക്കും, പിന്നെ മൂന്നാമത്തെ മാസം ഒന്നും കൂടി ട്രെക്കിങ്ങിനായിട്ട് നമ്മൾ നട്ട പ്ലാന്റ് അവിടെ ഉണ്ടോ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 6ാമത്തെ മാസം കൂടി നോക്കും. എന്തിനാണ് ഇതിങ്ങനെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹാബിറ്റാറ്റ് ചേഞ്ചസ് വരാൻ നേരത്ത് നമ്മുടെ കയ്യിലുള്ള കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാബിറ്റാറ്റ് ചേഞ്ചസ് വരാൻ നേരത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ, ഫ്ലവറിന് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടാവും, ചിലപ്പോൾ ലീഫിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും, റൂട്ടിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അവ നശിച്ചു പോയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അടുത്ത പഠന മേഖലയിലേക്കുള്ള ഒരു വഴി തുറക്കലും കൂടിയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. എല്ലാവരും പരിസ്ഥിതി ദിനത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം, കാലാവസ്ഥാ വ്യതിയാനത്തോടനുബന്ധിച്ച് അല്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം എന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു കുറ്റം പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പം നമുക്ക് ഈ വൈൽഡ് ഓർക്കിഡിന് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഈ പരിപാടി? പിന്നെ തീർച്ചയായിട്ടും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, എല്ലാവരും ഫോറസ്റ്റിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഫോറസ്റ്റിലേക്ക് നമ്മൾ പതുക്കെ കയറുന്നുണ്ട്, അല്ലെങ്കിൽ വഴിയോരങ്ങളിലൂടെ പോകുന്നുണ്ട്. ഈ പോകുന്ന കാണുമ്പോഴല്ല ഈ ചെറിയ കുഞ്ഞ് പൂക്കൾ കാണുന്ന എല്ലാവരും ഇത് പറിക്കും. ഇത് പറിക്കും. 95% ആ പ്ലാന്റ് പിടിക്കില്ല. ഈ മൈക്രോസെൽ ഫംഗൈ ആ സാധനം ഇല്ലാത്തത് കൊണ്ട് ഈ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യണം, വീടുകളിൽ വളരെ കുറവോ വളർച്ച ലഭിക്കില്ല. ആദ്യമേ നമ്മൾ ആ ഒരു പരിസ്ഥിതിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു പരിസ്ഥിതി ഉണ്ടാക്കണ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പരിസ്ഥിതി ഉണ്ടാവണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ നല്ല ഈർപ്പമുള്ള ഒരു ഏരിയ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈറ്റ്, മരത്തിൻ്റെ മുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. പിന്നെ മണ്ണിന് വളരുന്നതുമുണ്ട്, പക്ഷേ അവിടുത്തെ ആ പരിസ്ഥിതി നമ്മളതിനെ അഡോപ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, എന്നാൽ മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ആൾക്കാരെന്താ വെച്ചാൽ ഈ സാധനം പോച്ചിങ്, ഇത് ഇല്ലീഗൽ കളക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ സാധനം കാണുമ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് പോകും, പക്ഷേ അത് കൊണ്ടുപോയിട്ട് പിടിക്കില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും പിടിക്കില്ല എന്ന് പറയുന്നില്ല, ഒരു 95% പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്ലാന്റ് അവിടെ നശിച്ചു പോയി. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് കളക്ട് ചെയ്തുകൊണ്ട് വരില്ല. നമ്മളതിനെ അവിടെ ജിയോടാഗ് ഫോട്ടോഗ്രാഫ്സ് എടുക്കും, അല്ലെങ്കിൽ അതിനെ നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത്ര മീറ്ററിന് ചുറ്റളവിൽ നമുക്ക് പല പ്രാവശ്യം ആയിട്ട് ഈ പ്ലാന്റ് ഇനി അവൈലബിൾ ആവുന്നുള്ളൂ. അങ്ങനെ 1-2 പ്ലാന്റിൻ്റെ മേളിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു പ്ലാന്റിനെ നമ്മൾ അതിൽ നിന്ന് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ ചാൻസ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം നമ്മൾ അതിന് അങ്ങനെയൊക്കെ ഒരു ഒബ്സർവേഷനും ടെക്നിക്സ് നോക്കി നടക്കുന്നുണ്ട്. അതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ തന്നെ എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പം വനം വകുപ്പുകാരൊക്കെ ആണല്ലോ വനസംരക്ഷണവും ഇതൊക്കെ സംരക്ഷിക്കേണ്ടത്. നിങ്ങളോട് അവരെത്രത്തോളം സഹകരിക്കുന്നുണ്ട്? അങ്ങനെ നമുക്ക് എന്താ പറയുക, പലരുമായിട്ട് ഡിസ്കഷനിലൊക്കെ വരാറുണ്ട്. പലരുമായിട്ട് ഡിസ്കഷനിൽ വന്ന് പലരുമായിട്ട് പല സപ്പോർട്ടുകളൊക്കെ ചെയ്ത് തരാറുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇപ്പോൾ പല സ്കൂളുകളും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ പ്രകൃതി ദിനത്തിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നും ഞാൻ പറയുന്ന ഒരു കാര്യം, പിള്ളേരോട് ഏറ്റവും കുഞ്ഞു കുട്ടികളോട് പറയുന്ന കാര്യം, നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു കവറ് ഇടാതെ സൂക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത്. അതെ, ഇത് പറിച്ച് നട്ടില്ലേലും വേണ്ടില്ല. ഈ ചോക്ലേറ്റിൻ്റെ ഒരു കവർ എന്ന് വെച്ചാൽ അത് വർഷങ്ങളോളം അവിടെ കിടക്കും, അതൊന്ന് മണ്ണിലേക്ക് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാകുന്നത്. ഇത് നമ്മൾ നട്ടില്ലേലും വേണ്ടില്ല, ഈ സാധനം വളർന്നുള്ളൂ. ഇതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. ഈ പ്ലാന്റിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രമേ അതവിടെ നിന്നും വളർന്നുള്ളൂ. ഇതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കൊടും വെയിലത്തും മഴയത്തും മഞ്ഞത്തും ഇത് അതിജീവിച്ചോളും. നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രമേ ഈ സാധനം നശിച്ചു പോവുള്ളൂ. നമ്മളുടെ ഈ വെസ്റ്റേൺ ഗട്ട്സ് മേഖല പ്രത്യേകിച്ച് ഇത്തരം ഓർക്കിഡുകൾക്ക് വളരാൻ അനുകൂലമായ ഏറ്റവും നല്ല സാഹചര്യമാണ്. തീർച്ചയായിട്ടും യുനെസ്കോ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് പശ്ചിമഘട്ടമാണ്. വെച്ചാൽ അത്രയും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഉള്ളൂ, വയനാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇല്ലീ പൊന്മുടിവിൽ അങ്ങോട്ടേക്ക് താഴോട്ടോ തിരുവനന്തപുരം ആ ഭാഗത്തേക്കോ മലകളിലേക്കൊക്കെ പോകണം. ഇതിപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല പ്രകൃതിയായിട്ടുള്ള രമണീയമായിട്ടുള്ളൊരു ഏരിയ നമ്മുടെ കയ്യിലില്ല. നമ്മളെ ഉള്ളതിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ക്ലിയറാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഘടകം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അതിനുള്ള എത്രയോ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് അതിനെ വളർത്തിയെടുക്കാം. ഈ പിള്ളേർ പഠിക്കാനൊക്കെ തയ്യാറെടുക്കുന്നത് പോലെ വളണ്ടിയർ ആവാനും കുറേ പേര് സന്നദ്ധരായിട്ട് വരുന്നുണ്ടോ? കുറച്ച് ആൾക്കാർക്ക് വരും. പക്ഷേ എന്താ വെച്ചാൽ ഈ ഡെയിലി റിസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്രയും വലിയൊരു കാര്യമല്ല. ഒരു പ്ലാന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം ഒരു 40-45 മിനിറ്റ് നമ്മൾ ആ പ്ലാന്റിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ചുറ്റുപാട് വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നോക്കണം. അതുകൂടാതെ ഈ പ്ലാന്റ് ഏത് സ്പീഷീസിലാണ് വരുന്നതെന്ന് നോക്കണം. ഇത് ഓർക്കിഡ് പോലെ സാമ്യമുള്ള പല പ്ലാന്റുകളും ഫേൺസും അതേപോലെ ഒക്കെ ഉണ്ട്. പക്ഷെ അത് തന്നെയാണോ എന്ന് നമ്മൾ നോക്കണം. പക്ഷേ ഒരിക്കലും ഈ ഓർക്കിഡാന്ന് പറഞ്ഞൊരു പറിച്ചുകൊണ്ടിരുന്ന സാധനം ഓർക്കിഡ് ആവണമെന്നില്ല. മറ്റു പല
അതിനെ നശിപ്പിച്ച് കളയരുത്. നമ്മൾ ആ പ്ലാന്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം അത് കൺഫേം ആക്കിയതിന് ശേഷം വേറെ പ്ലാന്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സമയത്തിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് 2-3 കാര്യങ്ങളും കൂടെ അർജൻറ്റായിട്ട് ചോദിക്കാനുള്ളത് ഉള്ളത് ഈ വൈൽഡ് ഓർക്കിഡ്സും നമ്മളൊക്കെ വീടുകളിൽ പൂച്ചെടികൾക്കൊപ്പം ഓർക്കിഡ്സ് സംരക്ഷിക്കുന്ന ധാരാളം വീട്ടമ്മമാരൊക്കെ ഉണ്ടാകും, ഈ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റ് ഓർക്കിഡ്സുകൾ, കൊമേഴ്ഷ്യൽ ഓർക്കിഡ്സ് വളർത്തിയെടുക്കാൻ ഈസിയാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ വന്യ ഓർക്കിഡ്സുകൾ അങ്ങനെയല്ല. വന്യ ഓർക്കിഡ്സിന് അതിൻ്റേതായ ഹാബിറ്റാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ. അതിൽ നമ്മൾ ഇതിനെ ചെടിയിലോ ചട്ടിയിലോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അതിനെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ശ്രമിച്ചാൽ നടക്കാവുന്നതുമാണ്. ഒരു പ്ലാന്റിനെ, ഒരു ചെടീനെയും അനാവശ്യമായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരരുത്. വേറെ എവിടെ ചെടി ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ കളക്ട് ചെയ്തുകൊണ്ട് വരാവൂ. നമ്മളെക്കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ കളക്ട് ചെയ്തുകൊണ്ട് വരാവൂ എന്ന് മാത്രം പറയാം. ഇപ്പോൾ വിംസിൽ ജോലി ചെയ്യുന്നു, അമ്പലവയലിലാണ് വീട്. അമ്പലവയലിലൊരു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമൊക്കെ യൂണിവേഴ്സിറ്റീൻ്റെ ഉണ്ടല്ലോ, അവരേതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് സഹകരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സഹകരണം ഉണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും അവർ പല പ്രാവശ്യം പ്ലാന്റ് ഐഡൻറ്റിഫിക്കേഷൻ ബോട്ടണിസ്റ്റൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് KVKയിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല പുതിയ പ്ലാന്റ് ഫ്ലവർ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൽ പലതും ഫ്ലവർ ചെയ്യാൻ നേരത്ത് അവിടെയുള്ള മാഡം അവരെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പിന്നെ ഗൈഡൻസൊക്കെ തരാറുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു പുസ്തക പ്രകാശനമൊക്കെ പൂപ്പലിനോടനുബന്ധിച്ച് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 42 ജേണൽസും ഏകദേശം പുസ്തകം ഒന്നായിട്ടുള്ളോ? പുസ്തകം 10 മുകളിലായി. ലാസ്റ്റത്തെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓർക്കിഡ് ബയോഡൈവേഴ്സിറ്റിൻ്റെ, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഓർക്കിഡ് ബയോഡൈവേഴ്സിറ്റിൻ്റെ പുസ്തകം. അടുത്ത ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു കടലാണ്. ഇതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് നല്ലൊരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ്. അപ്പോൾ നമ്മളെ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പബ്ലിക്കിനോട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ ബോട്ടണി, സുവോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്യ ഓർക്കിഡുകൾ, അതായത് തനതായി വളരുന്ന പഴയ കാലത്തെ ചെടികളെ നമ്മൾ സ്നേഹിക്കണം. അവയെ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. അവ നമ്മുടെ പ്രകൃതിക്കും സമൂഹത്തിനും ഗുണമുള്ളൊരു സാധനമാണ്. നമ്മളത് ഇഷ്ടപ്പെട്ട് പറിച്ചുകൊണ്ട് പോരുമല്ല, അത് എവിടെയാണോ നിൽക്കുന്നത് ആ ഹാബിറ്റാറ്റിൽ തന്നെ വളർന്നോട്ടെ. വളരെ ഹാപ്പിയായിട്ട് അത് വളരും. നമുക്ക് ഇടയ്ക്ക് കാണാനൊക്കെ പറ്റും. അതുകൊണ്ട് അതിനെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതി നമ്മളെ സ്നേഹിക്കും തീർച്ചയായിട്ടും. ഇത് കാണുന്ന പബ്ലിക്കിന് ഒരു പക്ഷേ ചിന്തയുണ്ടാവും, പൊതുജനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇയാളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് എന്ത് എന്നല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇത് ആർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഈ വന്യ ഓർക്കിഡ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളത് നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. അതായത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞൊരു ഓർക്കിഡ്സ്, സിംബിഡി എന്ന് പറഞ്ഞ ഓർക്കിഡ്സ്, അതേപോലെ പല ഓർക്കിഡ്സുകളുണ്ട്. അവയെ നശിപ്പിക്കാതിരുന്നാൽ മാത്രമേ അതവിടെ നിന്ന് വളർന്നോളും. അത് പ്രകൃതിയെ ഉപദ്രവം ചെയ്യില്ല, അത് നിൽക്കുന്ന മരത്തെയും ഉപദ്രവിക്കില്ല. ഓർക്കിഡ്സ് ഒരു കാരണവശാലും നിൽക്കുന്ന മരത്തിൽ നിന്ന് അതിൻ്റെ നീരോ അതിൻ്റെ പോഷകഗുണങ്ങളോ ഒന്നും വലിച്ചെടുക്കില്ല. അത് പ്രകൃതിയിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അത് അവിടെ പ്രകൃതിയിൽ നിന്നുകൊണ്ടോ നമ്മുടെ മരത്തിൽ നിന്നുകൊണ്ടോ ഒരു ദോഷവും ആർക്കും ഉണ്ടാക്കില്ല. അതെ. അപ്പോൾ അതാണ് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബുവിന് പറയാനുള്ളത്. കാരണം അദ്ദേഹം, നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണെങ്കിലും ഈ വൈൽഡ് ഓർക്കിഡ്സിന് വേണ്ടിയിട്ട് അത്രയും സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന നേട്ടം വ്യക്തിപരമായ ഒരു നേട്ടമല്ല, അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന, ഈ ലോകത്ത് ഇനിയും അങ്ങോട്ട് ജീവിച്ചിരിക്കാൻ വേണ്ടി, ഈ പ്രകൃതി ഇനിയും നിലനിൽക്കാൻ വേണ്ടി, ഈ പരിസ്ഥിതി ഇതേപോലെ നിലനിൽക്കാൻ വേണ്ടി, ഇതിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹത്തെ പോലുള്ളവരുടെ പരിശ്രമം. അതിന് നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. PhD ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു, അടുത്ത ഡോക്ടറേറ്റിന് കിട്ടണം. നിലവിൽ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പല സർട്ടിഫിക്കറ്റുകളും ഒക്കെ നേടിയിരിക്കുകയാണ്. ഇനിയും ഒട്ടേറെ ജേണലുകളിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ കഴിയട്ടെ, ഗവേഷണം അങ്ങനെ തുടരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഓക്കെ. അപ്പം മറ്റൊരു അതിഥിയുമായി, മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.